എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക കറിയാണ്. എൻ്റെ വീട്ടിൽ ധാരാളം കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു കോവലിൻ്റെ വള്ളി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒരു 4 കോവയ്ക്ക എങ്കിലും നമുക്ക് പറിക്കാൻ പാകത്തിന് കിട്ടും. അപ്പം സാധാരണ മെഴുക്കുവരട്ടി ഉണ്ടാക്കും. അത് മടുത്ത് വരുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നും. അന്ന് അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളൊരു കറിയാണ്. കോവയ്ക്ക കൊണ്ടിട്ട് ഒരു ചാറ് കറി. നമ്മൾ പുളിയൊക്കെ ഉപയോഗിച്ച് ആണ് സാധാരണ മീൻകറിയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്ന ഒരു കറിയാണിത്. എല്ലാവർക്കും ഒന്നും കോവയ്ക്ക കറി വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ നമുക്ക് വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് ഇത്. ഡയബറ്റിക്സിനൊക്കെ വളരെ നല്ല ഒരു ഔഷധമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഡയബറ്റിക്സ് ഉള്ളവരെല്ലാവരും പതിവായിട്ട് കോവയ്ക്ക കഴിക്കുക. പല രീതിയിൽ നമുക്ക് കഴിക്കാം. തോരൻ പോലെ വെച്ച് കഴിക്കാം. അതേപോലെ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ വലിയ കോവയ്ക്കയാണ്. ഇതിപ്പോൾ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യുക, പിന്നെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പൊളയ്ക്കുക. അതായത് ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് കട്ടിയിലല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പല ടൈപ്പ് കോവയ്ക്ക ഉണ്ടല്ലോ. ചിലതാണെങ്കിൽ അധികം വണ്ണമില്ലാത്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് മുറിക്കുക. ഒരുപാട് കട്ടിയിലും മുറിക്കണ്ട. ഈ ഒരു വീതിയിലൊക്കെ മുറിച്ചാൽ മതി. കോവയ്ക്ക പിന്നെ നമുക്ക് വെറുതെ സാലഡായിട്ടും അതുപോലെ പച്ചയ്ക്കും ഒക്കെ കടിച്ച് തിന്നാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. അവർ മിക്കവാറും ഇത് വാങ്ങി കഴിക്കുക. പിന്നെ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. കോവയ്ക്ക ഒരു 1/4 കിലോയോളം കോവയ്ക്ക ഏകദേശം കാണും. ഞാൻ ഒരു സവാള നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളകൊക്കെ ഓരോരുത്തർ അവരവരുടെ മുളകിൻ്റെ എരിവനുസരിച്ച് എടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, ചെറിയ വെളുത്തുള്ളിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, കടുക്, അതുപോലെ തന്നെ ഉലുവയൊക്കെ ഒരു അല്പം മതി. എന്നാലും ഒരു മീൻകറിയുടെ ഒരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പുളി വേണം. ഞാനിവിടെ ഒരു കഷ്ണം പുളി കുതിർത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ഉണക്കമുളക് വേണം. ഇത് നമ്മൾ സാധാരണ മീൻകറിക്ക് ഉപയോഗിക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3ഉമാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ 1/2 ടീസ്പൂൺ എടുക്കും. മുളക് പൊടി അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. ഇപ്പോൾ പച്ചമുളക് 2 ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർക്കാം. അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കുന്നില്ലെങ്കിലും ഇത് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. പിന്നെ എരിവനുസരിച്ച് ഓരോരുത്തരുടെ മുളകിൻ്റെയൊക്കെ എരിവനുസരിച്ച് നിങ്ങൾക്കതൊന്ന് ക്രമീകരിക്കാം. പിന്നെ നമുക്ക് ഉപ്പ് വേണം, എണ്ണ വേണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഓയിൽ ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ കറി ഉണ്ടല്ലോ, ഈ നോൻപ് സമയത്തൊക്കെ കഴിക്കാൻ വളരെ ബെസ്റ്റ് കറിയാണ് കേട്ടോ. ആ സമയത്തൊക്കെ നമ്മൾ മീൻ കറിയൊന്നും കൂട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ചോറുണ്ണാനായിട്ട് മടുപ്പൊക്കെ തോന്നും കുറേ പേർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കറി വെച്ച് കഴിച്ചാൽ വളരെ ഇഷ്ടപ്പെടും. ചോറ് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ നമുക്ക് വളരെ കുറച്ച് മതി കേട്ടോ. ഒരു നുള്ളു ഉലുവ ആ രീതിയിൽ മതി. ഇനി നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടിപ്പോയാലുണ്ടല്ലോ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. ഒരല്പം ഇട്ടാൽ മതി. എടുത്തു വെച്ചിരുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ കറിവേപ്പില, പച്ചമുളക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കോവയ്ക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഇതൊരു ചെറുതായിട്ടൊരു ഫ്രൈ ചെയ്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സവാള ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഇതളൊക്കെ അടർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടാനൊക്കെ കുറച്ച് സഹായിക്കും. സവാളയും ഒന്ന് വാടണം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ സവാളയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്.
മഞ്ഞളുടെ ആ പച്ചക്കുത്തെല്ലാം മാറാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ കഴിക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അല്പം എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പും ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. നമ്മൾ ഈ എടുത്തതിൻ്റെ ഏകദേശം പകുതി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വെള്ളം ചേർക്കാം. ബാക്കി നമുക്കിതൊന്ന് വെന്ത ശേഷം ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മളിത് ഒരു കഷ്ണം എടുത്ത് ഒന്ന് കഴിച്ചു നോക്കുക, നന്നായിട്ട് വെന്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ബാലൻസ് ഇരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ലഭിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കോവയ്ക്ക ഏത് രീതിയിലാണ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമെന്ന് തീർച്ചയായിട്ടും എന്നോട് പറയുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.